ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി. ബുദ്ധമതത്തിന്റെ തത്വചിന്താപരമായ അടിസ്ഥാനം: ദുഃഖമുണ്ട്, ദുഃഖത്തിന് കാരണമുണ്ട്, ദുഃഖത്തെ നിരോധിക്കാൻ കഴിയും, ദുഃഖനിരോധനത്തിന് മാർഗവുമുണ്ട്. ഇവയാണ് ആര്യസത്യങ്ങൾ. ആര്യസത്യങ്ങൾ അനുസരിക്കുന്ന ബുദ്ധമതക്കാരെയാണ് ആര്യന്മാർ എന്ന് വിളിച്ചിരുന്നത്. ബുദ്ധമതക്കാരെന്നാണ് ആര്യസംജ്ഞയുടെ ആദിമാർത്ഥം. ഉത്സവാഘോഷങ്ങളിലൂടെ ഒരു യാത്ര നടത്താം. ഗുജറാത്തിലെ ജുനഗഡിനടുത്തുള്ള ഗിർനാർ മലയിലാണ് അശോകന്റെ 14 ശിലാശാസനങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ പുരാതന സംസ്കാരത്തെക്കുറിച്ചുള്ള പഠനശാഖയായ ഇന്തോളജിക്ക് 18-ാം നൂറ്റാണ്ടിൽ തുടക്കമിട്ടു. അതിന്റെ പ്രസിദ്ധീകരണമായ ജേർണൽ ഓഫ് ഏഷ്യാറ്റിക് സൊസൈറ്റിയുടെ സ്ഥാപക എഡിറ്ററും കൽക്കട്ടയിൽ പ്രവർത്തിച്ചിരുന്ന ലിഖിത പഠന വിദഗ്ധനുമായിരുന്നു ജെയിംസ് പ്രിൻസപ്പ്. 1840കളിൽ അശോകന്റെ ബ്രാഹ്മി ലിപിയിലുള്ള ശിലാലിഖിതങ്ങൾ താൽപര്യത്തോടെ പഠിച്ചു മനസ്സിലാക്കിയത് ജെയിംസ് പ്രിൻസപ്പാണ്. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് കൽക്കട്ടയിലെ പ്രിൻസപ്പ് ഘാട്ട്. ഇപ്പോഴത്തെ കർണാടകത്തിന്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് സന്നതി. കൃഷ്ണയുടെ പോഷക നദിയായ ഭീമയുടെ കരയിലാണത്. ആർക്കിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ഉത്ഖനനത്തിൽ കണ്ടെത്തിയ നശിപ്പിക്കപ്പെട്ട മഹാസ്തൂപത്തിന്റെ ശേഷിപ്പുകൾ. സന്നതി മഹാസ്തൂപത്തിന്റെ അനുമാന ചിത്രം. വൈവിധ്യമാർന്ന ശില്പങ്ങളും വിഗ്രഹങ്ങളും ബൗദ്ധ ശില്പകലയുടെ തെളിവുകളായി നിലകൊള്ളുന്നു. ഒപ്പം കർണാടകയിലുണ്ടായിരുന്ന ബുദ്ധമതത്തിന്റെ പ്രചാരമായ വ്യാപനവും. ഒരു ശിലാഫലകത്തിന് ഇരുവശവും അശോക ലിഖിതമുണ്ട്. അശോകന്റെ 2000-ത്തിലധികം വർഷം പഴക്കമുള്ള റിലീഫ്. പാലി ഭാഷയിൽ ബ്രാഹ്മി ലിപിയിൽ രായ അശോകെ എന്ന് കോറിയിട്ടിരിക്കുന്നു. രാജാവായ അശോകന്റെ ശില്പം എന്ന് സാരം. അശോക സന്ദർശനത്തിന് തെളിവുകളുള്ള പ്രദേശമാണ് കൽബുർഗി ജില്ലയിലെ സന്നതി. അശോകൻ സന്ദർശിച്ച സ്ഥലങ്ങളിലെല്ലാം ശിലാലിഖിതങ്ങളുണ്ട്. അശോക ശാസനങ്ങളെ പോലെ ചരിത്ര പ്രാധാന്യമേറിയ രേഖകൾ ലോകത്ത് അപൂർവമാണ്. ബ്രഹ്മഗിരി ശാസനത്തിൽ ഇങ്ങനെ പറയുന്നു: ആര്യപുത്ര, അതായത് അശോകൻ 256 ദിവസത്തെ തീർത്ഥാടനം കഴിഞ്ഞ് സന്നതിയിൽ താമസിച്ചുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ലോകത്ത് അശോക ചക്രവർത്തിക്ക് മാത്രം അവകാശപ്പെടാവുന്ന ധർമ്മ പ്രചരണ യാത്ര. 2300 വർഷങ്ങൾക്ക് ശേഷം കർണാടകയിലെ കുശാൽ നഗറിൽ ടിബറ്റിലെ ബൗദ്ധരുടെ അതിജീവനം. ശ്രീലങ്കയിലുള്ള ആലുവിഹാര ഗുഹാ ചൈത്യത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ബുദ്ധവചനങ്ങളടങ്ങിയ സുത്ത പീഠക, വിനയ പീഠക, അഭിധമ്മ പീഠക എന്നീ 3 ഭാഗങ്ങൾ ചേർന്ന ത്രിപീഠക. അശോക ശാസനങ്ങളുടെ കൂട്ടത്തിൽ ഗിർനാർ രേഖയാണ് നമ്മുടെ ശ്രദ്ധയെ കൂടുതലായി ആകർഷിക്കുന്നത്. ഗിർനാറിലെ ശിലാലിഖിതത്തിന്റെ ഭാഗം. കേരളത്തെപ്പറ്റി പരാമർശിക്കുന്ന അശോക ശാസനങ്ങളിൽ മുഖ്യമായിട്ടുള്ളത് അതാണ്. അശോക ശിലാലിഖിതത്തിൽ കേരളത്തെ കേതലപുതോ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. ശാസനം 4 ഇങ്ങനെ പറയുന്നു: യുദ്ധഭേരികൾക്കും ആനകളുടെയും കുതിരകളുടെയും രഥങ്ങളുടെയും പടയോട്ടത്തിന് പകരം ജനങ്ങൾക്ക് ആനന്ദം പകരുവാൻ ഉതകുന്ന ധർമ്മഭേരികളും ആനക്കാഴ്ചകളും അഗ്നിസ്കന്ധങ്ങളും വിമാനങ്ങളും അഹിംസാവാദിയായിരുന്ന അശോകൻ നിർദ്ദേശിച്ചു. ഏഷ്യയിലെ നേപ്പാൾ, ഭൂട്ടാൻ, തിബറ്റ്, മ്യാൻമാർ, ചൈന,
ജപ്പാൻ, കൊറിയ, ശ്രീലങ്ക, തായ്വാൻ, തായ്ലൻഡ്, സിംഗപ്പൂർ, ഇന്തോനേഷ്യ, വിയറ്റ്നാം, മലേഷ്യ, കംബോഡിയ, ഫിലിപ്പൈൻസ്, ലാവോസ് കൂടാതെ ഒട്ടനേകം ലോകരാജ്യങ്ങൾ ബുദ്ധപൂർണിമ അഥവാ വൈശാഖ ഉത്സവം ആഘോഷിക്കുന്നു. വൈശാഖ മാസത്തിലെ പൂർണ്ണചന്ദ്ര ദിവസമാണ് ബുദ്ധപൂർണിമ അഥവാ ബുദ്ധന്റെ ജന്മദിനമായി ആഘോഷിക്കുന്നത്. ബുദ്ധന്റെ ബോധോദയവും മഹാപരിനിർവാണവും ഇതേ ദിനത്തിലായിരുന്നു എന്ന് കരുതുന്നവരുമുണ്ട്. 1950 ശ്രീലങ്കയിൽ ചേർന്ന വേൾഡ് ഫെലോഷിപ്പ് ഓഫ് ബുദ്ധിസ്റ്റ് ആണ് ഇത്തരത്തിലൊരു ആഘോഷം നടത്താൻ ഔപചാരികമായ തീരുമാനമെടുത്തത്. ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനത്തിൽ അറിവിന്റെ പ്രതീകമായ ബുദ്ധപൂർണിമ ആഘോഷിക്കാൻ 1999 തീരുമാനിക്കുകയുണ്ടായി. 100 വർഷങ്ങൾക്ക് മുൻപ് പാലി ഭാഷാ പഠനത്തിനായി പ്രസിദ്ധീകരിച്ച അക്ഷരമാലയും വ്യാകരണവും. ബ്രാഹ്മി ലിപികൾ. മലയാള ലിപിയുടെ ഉറവിടം ബ്രാഹ്മി ലിപിയാണ്. കൂടാതെ ഒട്ടേറെ ഏഷ്യൻ ഭാഷകളുടെ ഉറവിടവും ബ്രാഹ്മിയാണ്. അമ്മ, അച്ഛൻ, പള്ളി, അമ്പലം, നാരി, കുമാര, കുമാരി തുടങ്ങി 100 കണക്കിന് പാലി വാക്കുകൾ മലയാളത്തിലുണ്ട്. പാലി സാഹിത്യവും ഒരു മുഖ്യ ശാഖയായിരുന്നു. സംഘസാഹിത്യത്തിലെ ബുദ്ധഭിക്ഷുണികളായ കണ്ണകിയെയും മണിമേഖലയെയും മലയാളികൾക്ക് പരിചിതമാണ്. ആശാനും ഉള്ളൂരും വള്ളത്തോളും തുടങ്ങിയ കവിത്രയങ്ങളും കൂടാതെ മറ്റ് ഒട്ടേറെ കവികളും ബുദ്ധദർശനം പ്രമേയമാക്കിയിട്ടുണ്ട്. അങ്ങനെ മലയാളത്തിൽ 100 കണക്കിന് ബുദ്ധ സാഹിത്യ കൃതികളുമുണ്ടായി. ബ്രാഹ്മി ലിപിയിലുള്ള ഏകദേശം 130 ലിഖിതങ്ങൾ വടക്കൻ ജില്ലകളിൽ നിന്ന് കണ്ടെത്തുകയുണ്ടായി. ലിഖിതത്തിലെ ലിപിയും ഭാഷയും അശോക ശാസനങ്ങളിലേതിന് സമാനമാകുന്നു. വയനാട്ടിലെ ഇടയ്ക്കൽ ഗുഹയിൽ നിന്ന് ലഭിച്ചതിൽ കാണുന്ന പാലി ഭാഷാ വാക്യത്തിന്റെ അർത്ഥം ഇതാണ്: ഈ വിനാശത്തെ ഇല്ലാതാക്കുന്ന യശസ്വിയും ബലവാനുമാണ് എന്ന അഹിംസാ തത്വം. കൊടുങ്ങല്ലൂരിനടുത്തുള്ള പട്ടണ ഖനനത്തിൽ ലഭിച്ച 5 ബ്രാഹ്മി ലിഖിതങ്ങൾ. ധീരവും വിശേഷപ്പെട്ടതുമായ ബുദ്ധമാർഗത്തിൽ അശോകന്റെ മകനെ മഹീന്ദനെ ബുദ്ധമത പ്രചരണത്തിന് അയച്ചു എന്നാണ് ലിഖിതത്തിന്റെ പൊരുളെന്ന് ഡോക്ടർ ടി പവിത്രൻ വ്യാഖ്യാനിക്കുന്നു. കേരള ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ പട്ടണ ഉത്ഖനനത്തിൽ ലഭിച്ച AD 2-ാം നൂറ്റാണ്ടിലേതെന്ന് കരുതുന്ന കളിമൺ പാത്രവക്കിൽ ശ്രമണ രാജാവ് ഭരതരാജ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബുദ്ധമത ബന്ധത്തെ സൂചിപ്പിക്കുന്നുവെന്ന് പ്രൊഫസർ കോവൂരും ഡോക്ടർ ടി പവിത്രനും അവകാശപ്പെടുന്നു. ശ്രീലങ്കയിൽ പാലി ഭാഷയിൽ രചിച്ച ചരിത്രരേഖയായ ദീപവംശത്തിൽ അശോക നിർമ്മിതിയായ ശിലാസ്തൂപം നാഗശിലയെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിനോട് ചേർന്ന് കൊക്കരണി എന്ന ജലശേഖരവും ചുറ്റും ബൗദ്ധരുടെ വലിയ നെൽകൃഷിപ്പാടങ്ങളും ഉണ്ടായിരുന്നു. ആര്യവൈദ്യവും പള്ളിക്കൂടവും ഹോർത്തൂസ് മലബാറിക്കസും കൃഷിയും ബൗദ്ധരുടെ സംഭാവനകളാണ്. ഇതിനുള്ളിൽ കിണർ പോലെ താഴ്ചയും അടിഭാഗത്ത് ബുദ്ധന്റെ ശരീരാവശിഷ്ടമടങ്ങിയ ധാതു കലശവും ഉണ്ടാകും. ഈ അടുത്ത കാലത്താണ് കിണർ ഭാഗം മൂടിയതെന്ന് സമീപവാസികൾ പറഞ്ഞു. തായ്ലൻഡിലെ ഒരു സ്തൂപത്തിൽ നിന്നൊരു സമാന ദൃശ്യം. ഇതിന്റെ മൗര്യശില്പഘടനയും സ്വർണ്ണ നിറവും ഉള്ളിലെ അശോക ബ്രാഹ്മി ലിപിയിലെ ലിഖിതങ്ങളും പ്രദേശത്തിന്റെ ബുദ്ധമത ബന്ധത്തെ അടയാളപ്പെടുത്തുന്നുവെന്ന് പ്രാദേശിക ചരിത്രകാരനും പാലി ഭാഷാ പണ്ഡിതനുമായ KG കൃഷ്ണകുമാർ അവകാശപ്പെടുന്നു. പാലക്കാട് ജില്ലയിലെ നാഗലശ്ശേരി പഞ്ചായത്തിലുള്ള ഈ പുരാവസ്തു കൃഷ്ണകുമാറിന്റെ അഭ്യർത്ഥന പ്രകാരം കേരള പുരാവസ്തു വകുപ്പ് ഡയറക്ടർ ഇതിന്റെ സംരക്ഷണത്തിന് വേണ്ടുന്ന തുക PWDക്ക് അനുവദിച്ചതായി അറിയിച്ചു. ഇതിനുള്ളിൽ കോറിയിട്ടിരിക്കുന്ന ലിഖിത വായന കേരളത്തിലെ ബുദ്ധമത സ്വാധീനത്തെക്കുറിച്ച് കൂടുതൽ വെളിച്ചം പകരും. 2014 തൃശൂർ ജില്ലയിലെ ചൂലൂർ ശിവക്ഷേത്ര പുനരുദ്ധാരണ വേളയിൽ ലഭിച്ച ധാതുകുംഭവും മൂടിയും. അതിനുള്ളിൽ നിന്ന് ബുദ്ധധാതു എന്ന് കരുതുന്ന വെളുത്ത പൊടിയിൽ കലർന്ന നവരത്നങ്ങളും ലഭിക്കുകയുണ്ടായി. അശോകൻ സ്ഥാപിച്ച 84,000 വരുന്ന ധർമ്മസ്തൂപങ്ങളിൽ ഒന്നാണ് ഇതെന്ന് കരുതുന്നു. നാഗശിലയ്ക്ക് സമാനമായ ഒരു നിർമ്മിതി നേപ്പാളിലെ ഖുദാൻ എന്ന സ്ഥലത്ത് കാണുന്നു.
29ാമത്തെ വയസ്സിൽ ഗൗതമൻ അഭിനിഷ്ക്രമണം നടത്തിയ കൊട്ടാരവാതിലായ അഭിനിഷ്ക്രമണ ദ്വാര ഇതിനടുത്താണ്. കുദാനിൽ വച്ചാണ് ഗൗതമൻ ബുദ്ധനായ ശേഷം ഭാര്യ യശോദയെയും മകൻ രാഹുലിനെയും കണ്ടുമുട്ടുന്നത്. നേപ്പാളിലെ കുദാനിൽ നിന്നൊരു ദൃശ്യം. ഒരു സന്ദർഭത്തിൽ ബുദ്ധൻ ശിഷ്യനായ ആനന്ദനോട് പറഞ്ഞു, ആനന്ദ, ആൾ രൂപത്തിലുള്ള പ്രതിമകൾ പാടില്ല. അവ വെറും സൂചകങ്ങളാണ്. കർശനമായ ഈ വിലക്ക് മൂലം ബുദ്ധമതത്തിൽ ആദ്യത്തെ കുറെ നൂറ്റാണ്ട് കാലം ഹീനയാന ബുദ്ധമത കാലഘട്ടത്തിൽ ബുദ്ധന്റെ അടയാളങ്ങളായ ബോധിവൃക്ഷം, ധർമ്മചക്രം, ഒഴിഞ്ഞ സിംഹാസനം, കാൽപ്പാടുകൾ, സ്തൂപങ്ങൾ തുടങ്ങിയവയെ ആയിരുന്നു ആരാധിച്ചിരുന്നത്. എന്നാൽ ക്രിസ്തുവർഷത്തിന്റെ തുടക്കം മുതൽ ആൾരൂപത്തിലുള്ള ചിത്രങ്ങളും പ്രതിമകളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. തുടക്കത്തിലെ ഹീനയാന ഘട്ടം കഴിഞ്ഞ് ബുദ്ധമതത്തിൽ മഹായാന പ്രസ്ഥാനത്തിന്റെ വരവോടെ വിഗ്രഹ ആരാധന പ്രബലമായി. ബുദ്ധമത സ്വാധീനമുണ്ടായിരുന്ന ഒട്ടേറെ ദേശങ്ങളിൽ ഇപ്പോഴും ഈ വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെടുന്നു. ബുദ്ധപ്രതിമ ഗൗതമൻ എന്ന വ്യക്തിയുടെ തനി സ്വരൂപമാകണമെന്നില്ല. ഗൗതമൻ തന്നെ ഏറ്റുവാങ്ങിയ പരമ്പരാഗതമായ ഒരു യക്ഷസങ്കല്പമുണ്ട്. ചിത്രങ്ങളിലും പ്രതിമകളിലും ദൃശ്യമാകുന്ന ബുദ്ധരൂപം ചിരപുരാതനമായ യക്ഷന്റെ സാങ്കല്പിക രൂപമാണെന്ന് കരുതുന്നവരുണ്ട്. ബുദ്ധൻ തന്റെ പ്രതിമകൾ വിലക്കിയെങ്കിലും മറ്റു ചില പ്രതിരൂപങ്ങൾക്ക് അംഗീകാരം നൽകി. താൻ ജീവിച്ചിരിക്കുമ്പോൾ ഏറ്റവും ഉചിതമായ പ്രതിരൂപം മഹാബോധിവൃക്ഷം, മരണാനന്തരം ശരീരാവശിഷ്ടങ്ങൾ. ഇതായിരുന്നു ബുദ്ധന്റെ നിർദ്ദേശം. അതുവഴി ബുദ്ധമത അനുയായികൾക്കിടയിൽ ഏതാനും പ്രതിരൂപങ്ങൾ പ്രചരിക്കുകയും അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി തീരുകയും ചെയ്തു. ആനന്ദ, എന്റെ മരണാനന്തരം അസ്ഥിയും ഭസ്മവും ഉള്ളടക്കം ചെയ്ത സ്തൂപങ്ങൾ നാട്ടുക. ചരമശയ്യയിൽ കിടന്നുകൊണ്ട് ശ്രീബുദ്ധൻ നിർദ്ദേശിച്ചു. ബുദ്ധന്മാർക്കും അർഹതന്മാർക്കും വേണ്ടി ഉയർത്തുന്ന ധാതുഗർഭങ്ങൾ കാണുമ്പോൾ ജനങ്ങൾക്ക് ശാന്തിയും സന്തോഷവും അനുഭവപ്പെടും. അങ്ങനെയാണ് വൃത്താകൃതിയിലുള്ള സ്തംഭങ്ങളും പിരമിഡാകൃതിയിലുള്ള സ്തൂപങ്ങളും ബൗദ്ധ പ്രതീകമായി സ്വീകരിക്കപ്പെട്ടത്. ബുദ്ധനെ സംസ്കരിച്ച ഉത്തർപ്രദേശിലെ കുശിനഗർ. മല്ലരാജാവ് ബുദ്ധന്റെ ശരീരധാതു ആനപ്പുറത്ത് കുശിനാരയിലേക്ക് കൊണ്ടുപോകുന്നു. ദഹനസ്ഥലത്ത് നിർമ്മിച്ച ശ്രീബുദ്ധന്റെ മഹാപരിനിർവാണത്തെ അനുസ്മരിപ്പിക്കുന്ന രാമഭർ സ്തൂപം. സ്തൂപത്തിനു ചുറ്റും വലം വയ്ക്കുന്നതാണ് ആരാധന. പ്രശസ്തമായ സാഞ്ചി സ്തൂപം 1875 ആദ്യ ഹിന്ദു ക്ഷേത്രം ഉയർന്നത് സാഞ്ചി സ്തൂപ പരിസരത്തായിരുന്നു. സാഞ്ചി സ്തൂപം നവീകരിച്ച ശേഷം സന്നദ്ധിയിൽ നിന്ന് ലഭിച്ച ശരീരാവശിഷ്ടം സ്തൂപത്തിനുള്ളിൽ അടിഭാഗത്തായി സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ധാതുകലശം. സ്തൂപ നിർമ്മാണത്തിൽ കാലദേശങ്ങളിലായി വലിയ മാറ്റങ്ങളുണ്ടായി. അശോകൻ സ്ഥാപിച്ച വലിയ സ്തംഭങ്ങൾ ഇപ്പോഴും അവശേഷിച്ചിട്ടുണ്ട്. ഇതിന്റെ പരിണാമമാണ് തുളസിത്തറയും കൊടിമരവും അത്തപ്പൂക്കളവും. ധാതുഗർഭയായ സ്തൂപമാണ് മലയാളിയുടെ തുളസിത്തറ. ശ്രീനാരായണ ഗുരു സമാധി മന്ദിരത്തിന് പഗോഡ മാതൃകയാണുള്ളത്.
കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളിലെ എടുപ്പുകുതിരകൾക്ക് പഗോഡയുമായി സാദൃശ്യമുണ്ട്. ബുദ്ധമതക്കാരുടെ ഐതിഹ്യപ്രകാരം ആനയുടെ രൂപത്തിലാണ് ബുദ്ധൻ എന്ന സിദ്ധാർത്ഥൻ അമ്മയായ മായാദേവിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചത്. BC 3-ാം നൂറ്റാണ്ടിൽ അശോകൻ പണികഴിപ്പിച്ച ഏറ്റവും പഴക്കമേറിയ സാഞ്ചിയിലെ ശിലാസ്തൂപത്തിൽ ഈ ഇതിവൃത്തം കൊത്തിവച്ചിട്ടുണ്ട്. ഏകദേശം 2200 വർഷങ്ങൾക്ക് മുൻപ് ബർഹൂത്തിൽ മെനഞ്ഞെടുത്ത വാസ്തുശില്പത്തിന്റെ പ്രമേയം മായാദേവിയുടെ സ്വപ്നം. ഈ ശില്പത്തിലെ ആനയുടെ ആപേക്ഷിക വലിപ്പം ആനയുടെ പ്രാധാന്യത്തെ അടയാളപ്പെടുത്തുന്നു. ഒപ്പം ശരീരത്തിൽ സഹവസിക്കുന്നു എന്ന് ശില്പത്തിനു മുകളിൽ പാലി ഭാഷയിൽ കോറിയിട്ടിരിക്കുന്നു. ഘോഷയാത്രയിലെ ആന ഈ ഉത്കൃഷ്ട ഗജത്തിന്റെ പ്രതീകമാണെന്ന് ചരിത്രകാരന്മാരായ ഭണ്ഡാർക്കറും ഹുയിച്ചും അഭിപ്രായപ്പെടുന്നു. ബുദ്ധനായി മാറിയ സിദ്ധാർത്ഥ ഗൗതമൻ ലുംബിനിയിൽ ഭൂജാതനാകുന്നു. ശാക്യവംശത്തിലാണ് ഗൗതമ ബുദ്ധൻ ജനിച്ചത്. ബുദ്ധന്റെ അമ്മയായ മായാദേവിക്ക് ആരാധ്യമായി ധാര ചൊരിയുന്ന ഇരട്ടയാനകൾ വിവിധ ആരാധനാ ബിംബമായി ഇത് പരിണമിച്ചിട്ടുണ്ട്. ഇതിന് കേരള സർക്കാരിന്റെ ചിഹ്നവുമായി സാദൃശ്യമുണ്ട്. ബുദ്ധമതക്കാർ ആനയെ ഭൂമിയിലെ ബുദ്ധന്റെ അവതാരത്തിന്റെ പ്രതീകമായി കാണുന്നു. സാഞ്ചി സ്തൂപത്തിൽ കൊത്തിവെച്ച ഗജപ്രതിമകൾ, സാങ്കസ്യയിലെ അശോക സ്തംഭത്തിന് മുകളിൽ കൊത്തിവച്ചിരിക്കുന്ന ഗജബിംബം, 2300 വർഷങ്ങൾ പഴക്കമുള്ള ഒറീസയിലെ ഭുവനേശ്വറിലെ ദയാനദീതീരത്ത് അശോകന്റെ കലിംഗ ലിഖിതം പേർന്ന ശിലയിൽ കൊത്തിവെച്ച ധൗളഗിരി ഗജപ്രതിമ, ശ്രീലങ്കയിലെ ബുദ്ധമത സംബന്ധിയായ എഴുന്നള്ളിപ്പിലും ഉത്സവങ്ങളിലും ആനകളെ ഉപയോഗിച്ചിരുന്നതിന് നീണ്ട ചരിത്രമുണ്ട്. 2300 വർഷങ്ങൾക്ക് മുൻപ് രാജാവായ ദേവാനാം പിയതിസ്സയുടെ കാലത്താണെന്ന് രേഖയുണ്ട്. ബുദ്ധന്റെ ദന്തധാതു അനുരാധപുരയിലെ തുപാരമ സ്തൂപത്തിൽ എത്തിക്കുന്നതിനായിരുന്നു ഇതെന്ന് മഹാവംശം എന്ന പാലി ഭാഷാകൃതി രേഖപ്പെടുത്തുന്നു. 11 മുതൽ 14 നൂറ്റാണ്ടുകളിലെ മൂൺ സ്റ്റോണിൽ മെരിക്കിയ ആനകളുടെ ബിംബം കാണാവുന്നതാണ്. ശ്രീലങ്കയിലെ ജയ് ശ്രീ ബോധിയിലെ മൂൺ സ്റ്റോൺ, കൊളംബോയിലെ ക്യാൻറ്റിയിൽ ദളാത മാലിഗാവയോടനുബന്ധിച്ചുള്ള ആന എഴുന്നള്ളിപ്പിന്റെ പഴയകാല ചിത്രങ്ങൾ, കീലാനി രാജ മഹാവിഹാരയിൽ രചിച്ചിരിക്കുന്ന ഗജശില്പങ്ങൾ, ശ്രീലങ്കയിലെ റുവാന വെലിസായ ചൈത്യത്തിൽ കാണുന്ന മുഖ്യശില്പങ്ങൾ ഗജങ്ങളുടേതാണ്. തടിപിടുത്തവും തിടമ്പേന്തലും പടയൊരുക്കവും പ്രതാപ പ്രകടനവും കടന്ന് ആരാധ്യമായിരുന്ന ചരിത്രമാണ് ആനകൾക്ക് ബുദ്ധരിൽ. ബുദ്ധമതക്കാർ ആനയെ ഭൂമിയിലെ ബുദ്ധന്റെ അവതാരത്തിന്റെ പ്രതീകമായി കാണുന്നു. കേരളത്തിനുമുണ്ടൊരു ഗജപുരാണം. ഏകദേശം 500 വർഷങ്ങൾക്ക് മുൻപ് ശിക്ഷണം, ചികിത്സാവിധി തുടങ്ങിയവയെല്ലാം വിശദമായി പ്രതിപാദിക്കുന്ന ആനകളുടെ ലക്ഷണശാസ്ത്രമടങ്ങിയ മാതംഗലീല എന്ന പുസ്തകം തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസത് രചിക്കുകയുണ്ടായി. ഇദ്ദേഹത്തിന്റെ മറ്റൊരു താളിയോല ഗ്രന്ഥമാണ് വെടിക്കമ്പവിധി. ഇതിൽ കരിമരുന്ന് പ്രയോഗവിദ്യ വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നു. കരിയും കരിമരുന്നും അരുതെന്നോതിയെങ്കിലും കരിയില്ലാതൊരാഘോഷവുമില്ല മലയാളിക്ക്. കർണാടകത്തിലെ സന്നദ്ധിയിലുള്ള മഹാസ്തൂപത്തിൽ നിന്ന്. എറണാകുളത്തെ ശിവക്ഷേത്രത്തിലെ പകൽപൂരം.
ഭംഗിയാർന്ന മതകേന്ദ്രമായി ആനപ്രേമികളുടെയും പൂരപ്പറമ്പുകളുടെയും മനം കവരുന്ന അജവീര വേമ്പനാട് അർജുന സാരഥികൾക്കും എല്ലാവിധ ഭാവങ്ങളും അർപ്പിച്ചുകൊണ്ട് ആനവീരാജനായി സ്വീകരിക്കുന്ന ഈ രണ്ട് മത്സരം കൊണ്ടും ഒരുപാട് ആരാധകരെ സൃഷ്ടിച്ച് യുവരാജകുമാർ അനുഗ്രഹിക്കുന്ന ഉത്സവഗീതം സമിതി തുടങ്ങുന്നത് താൻ ജീവിച്ചിരിക്കുമ്പോൾ ഏറ്റവും ഉചിതമായ പ്രതിരൂപം മഹാബോധിവൃക്ഷം, മരണാനന്തരം ശരീരാവശിഷ്ടങ്ങൾ. ഇതായിരുന്നു ബുദ്ധന്റെ നിർദ്ദേശം. കേരളീയന്റെ ദിവ്യവൃക്ഷമാണ് അരയാൽ. കേരളീയന്റെ അബോധ മനസ്സിൽ വരെ ബോധിവൃക്ഷം ആണ്ടിറങ്ങിയിരിക്കുന്നു. കാലദേശഭേദമില്ലാതെ ബുദ്ധന്റെ പ്രതിരൂപമായി ആരാധിക്കുന്നത് ബോധിവൃക്ഷത്തെയാണ്. ബീഹാറിലെ ഗയയിൽ ബോധിവൃക്ഷ ചുവട്ടിലെ ധ്യാനത്തിലൂടെയാണ് സിദ്ധാർത്ഥന് ബോധോദയം ലഭിച്ച് ബുദ്ധനായത്. ഇത് BC 623 ഒരു വൈശാഖ പൗർണമി ദിനത്തിലായിരുന്നു. ബോധഗയയിൽ നിന്നുള്ള ചില ദൃശ്യങ്ങൾ. വിവിധ ഏഷ്യൻ രാജ്യങ്ങളിലെ ബോധിവൃക്ഷ ആരാധന. ലുംബിനിയിലെ മഹാബോധി, ശ്രീലങ്കയിലെ ഗംഗാരമ ചൈത്യത്തിലെ മഹാബോധി ആരാധന, ശ്രീലങ്കയിലെ ആലുവിഹാര ഗുഹാ ചൈത്യത്തിൽ നിന്ന്. കവത്തിയ മുനയിൽ നിന്നുള്ള ദൃശ്യം. ദമ്പുള്ളയിലെ ഗോൾഡൻ ടെമ്പിളിലെ ബോധിവൃക്ഷ ആരാധന. ശ്രീലങ്കയിലെ അനുരാധപുരത്തെ ജയ്ശ്രീ ബോധിയിൽ നിന്ന്. ധ്യാനത്തിൽ നിന്നുണർന്ന ബുദ്ധന് ദിവസങ്ങൾക്ക് ശേഷം ആദ്യ ഭക്ഷണമായി സുജാത എന്ന പെൺകുട്ടിയാണ് പാൽച്ചോറ് കൊടുക്കുന്നത്. ഇതനുസ്മരിച്ചാണ് പാൽച്ചോറ് നിവേദ്യമായത്. തായ്ലൻഡിലെ അയുത്തായയിൽ സ്ഥിതി ചെയ്യുന്ന മഹാതത്തിലെ ബുദ്ധശീർഷം. ഒട്ടുമിക്ക കേരളീയ ക്ഷേത്രങ്ങളിലും ബോധിവൃക്ഷ ആരാധനയുണ്ട്. മണ്ണാറശാലയിൽ നിന്ന്. മാവേലിക്കരയിലെ ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിൽ ബോധിവൃക്ഷം. തൃക്കോവിൽ വട്ടം മുരാരി ക്ഷേത്രത്തിൽ ആരാധിക്കപ്പെടുന്ന മഹാബോധി. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ ബോധിവൃക്ഷ ആരാധന. ബുദ്ധന്റെ മനുഷ്യജന്മത്തെ സൂചിപ്പിക്കുന്നതാണ് കാള. കാരണം ബുദ്ധൻ ജനിച്ചത് കാളപ്രബലമായ രാശിയിലായിരുന്നപ്പോഴാണ്. രാംപൂർവയിലെ അശോക സ്തംഭത്തിലെ കാളശില്പം. സാരനാഥിൽ നിന്ന്. അശോക സ്തംഭത്തിലും കാളരൂപമുണ്ട്. കംബോഡിയയിലെ സ്റ്റോക്ടൺ ക്ഷേത്രത്തിൽ നിന്ന്. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ 28ാം ഓണത്തോടനുബന്ധിച്ചുള്ള കാളകെട്ട് ഉത്സവം ബുദ്ധചൈത്യത്തിലെന്ന പോലെ തന്നെ ഇവിടെ ഏവർക്കും പ്രവേശിക്കാവുന്നതാണ്. ഭീമാകാരമായ കാളയെ ഒരുക്കുകയാണിവിടെ. ആരാധനയുടെ ഭാഗമായി കാളയെ ഉത്സവത്തിന് എഴുന്നള്ളിക്കാറുണ്ട്. ശ്രാവണം പരിണമിച്ച ഓണത്തോടനുബന്ധിച്ചാണ് ഉത്സവം.
കൂടാതെ സമീപ ദേശങ്ങൾക്ക് ബുദ്ധ ചൈത്യമുള്ള എന്ന സൂചന തരുന്ന പള്ളികൾ ചേർന്ന പേരുകളാണുള്ളത്. മൈനാഗപ്പള്ളി, കരുനാഗപ്പള്ളി, പുതുപ്പള്ളി, കുറുങ്ങപ്പള്ളി, മണപ്പള്ളി, വന്തികപ്പള്ളി, കൊറ്റംപള്ളി, കാർത്തികപ്പള്ളി, പൂയപ്പള്ളി, മരുതമൺപള്ളി എന്നിങ്ങനെ. കായംകുളം ദേശത്ത് തന്നെ 5 ബുദ്ധപ്രതിമകളുണ്ട്. ആലപ്പുഴ ജില്ലയിലെ തൃക്കുന്നപ്പുഴയിൽ ശ്രീമൂലവാസം എന്ന ബുദ്ധവിഹാരമുണ്ടായിരുന്നതായി ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നു. പിൽക്കാലത്ത് കടലെടുത്തു പോയി എന്നാണ് നിഗമനം. കാഞ്ചിയും കാദ്രിയും കൊടുങ്ങല്ലൂരും മലക്കുടയും പ്രമുഖ ബുദ്ധവിഹാര ചൈത്യങ്ങളായിരുന്നു. കേരളത്തിലെ 9ഓളം വരുന്ന ബുദ്ധവിഗ്രഹങ്ങൾ കണ്ടെടുത്ത എല്ലാം തന്നെ അംഗഭംഗം സംഭവിച്ചിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ കണ്ട കൃഷ്ണപുരം കൊട്ടാരത്തിലിരിക്കുന്ന ഈ കരുമാടി പള്ളിക്കൽ പുത്രച്ചന്റെ ഇതിന്റെ മൂക്ക് നഷ്ടപ്പെട്ടതാണ്. പകുതി മാത്രമുള്ള കരുമാടിക്കുട്ടൻ വിഗ്രഹമാണ് ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളത്. ക്ഷതം സംഭവിച്ചുകൊണ്ടുമല്ല, നമ്മുടെ ഇപ്പോൾ കേരളത്തിലുള്ള 9 വിഗ്രഹങ്ങളിൽ കണ്ടെടുത്ത 9 വിഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ആകർഷണം വരുന്ന കരുമാടിക്കുട്ടൻ എന്നാണ്. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി താലൂക്കിലെ മരുതൂർ കുളങ്ങരയിൽ നിന്നും ലഭിച്ച പ്രതിമയാണിത്. പള്ളിക്കൽ കുളത്തിന് സമീപമായിരുന്നു ഇത് സ്ഥാപിച്ചിരുന്നത്. 1975 ഓച്ചിറ കൃഷ്ണപുരം കൊട്ടാരത്തിൽ കേരള പുരാവസ്തു വകുപ്പിന്റെ മേൽനോട്ടത്തിൽ ഇത് സൂക്ഷിച്ചിരിക്കുന്നു. ഭരണിക്കാവ് ദേവീക്ഷേത്രത്തിന് സമീപം സ്ഥാപിച്ചിരിക്കുന്ന ബുദ്ധപ്രതിമ യാതൊരു കേടുപാടുമില്ലാതെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നൂറു വർഷങ്ങൾക്ക് മുൻപ് മാവേലിക്കര ട്രാവലേഴ്സ് ബംഗ്ലാവിനടുത്ത് നിന്നും ലഭിച്ചതാണ് ഈ ബുദ്ധപ്രതിമ. മാവേലിക്കര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് സമീപം സ്ഥാപിച്ചിരിക്കുന്ന ഈ സ്ഥലം ബുദ്ധ ജംഗ്ഷൻ എന്നറിയപ്പെടുന്നു. ബുദ്ധവിഹാര മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന ഇത് ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ സംരക്ഷിച്ച് ആരാധിക്കുന്നു. ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴയ്ക്ക് പടിഞ്ഞാറുള്ള കരുമാടി ഗ്രാമത്തിലെ ഒരു ജലപാതയിൽ നിന്ന് 100 വർഷങ്ങൾക്ക് മുൻപ് ലഭിച്ചതാണ് കരുമാടിക്കുട്ടൻ എന്നറിയപ്പെടുന്ന ബുദ്ധവിഗ്രഹം. തിരുവിതാംകൂറിലെ അന്നത്തെ എഞ്ചിനീയറായിരുന്ന AH ബാസ്റ്ററാണ് പ്രതിമ ഒരു കൂരയിൽ സ്ഥാപിച്ചത്. ബൗദ്ധരുടെ ആത്മീയ ആചാര്യനായ ദലൈലാമ 1965 കേരളം സന്ദർശിച്ച സമയത്ത് എല്ലാ ബുദ്ധവിഹാരങ്ങളും കാണുകയും അങ്ങനെ കരുമാടിയിലെത്തുകയും ചെയ്തു. ആലപ്പുഴ ജില്ലാ കളക്ടറായിരുന്ന കുട്ടനാട് രാമകൃഷ്ണ പിള്ളയ്ക്ക് 50,000 രൂപയുടെ ചെക്ക് സംഭാവന ചെയ്യുകയും ഇപ്പോൾ കാണുന്ന വിധം ബുദ്ധവിഹാര ശൈലിയിൽ പുനർനിർമ്മിക്കുകയും 2015 അതിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുകയും ചെയ്തു. ഒട്ടേറെ കെട്ടുകഥകൾക്ക് വഴിവെച്ച പ്രതിമയാണിത്. പത്തനംതിട്ട ജില്ലയിൽ കടപുഴ ആറിന് സമീപത്ത് നിന്ന് കിട്ടിയ ബുദ്ധപ്രതിമ മണ്ണടി വേലുത്തമ്പിദളവ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പട്ടാമ്പിയിലും മലപ്പുറത്തെ പള്ളിക്കുന്നിലും ബുദ്ധപ്രതിമകളുണ്ട്. കേരളത്തിലെ ബുദ്ധമത സ്വാധീന ചരിത്രശേഷിപ്പുകളിൽ മുഖ്യം ഇവയൊക്കെയാണ്. സിംഹം. ബുദ്ധൻ പിറന്ന ശാക്യകുലത്തിന്റെ ചിഹ്നമാണ് സിംഹം. അശോകസ്തംഭത്തിലെ 4 കേസരികൾ ലോകത്തിന്റെ 4 ദിക്കുകളിലേക്കും അജയ്യമായ ബുദ്ധധർമ്മം ഉദ്ഘോഷിക്കുന്നു. അശോകചക്രം ബുദ്ധധർമ്മത്തിന്റെ നൈരന്തര്യ പ്രവാഹത്തെ അടയാളപ്പെടുത്തുന്നു. അശോകന് ശേഷം 8 നൂറ്റാണ്ടുകൾ പിന്നിട്ട് ഏകദേശം AD 5-ാം നൂറ്റാണ്ടിൽ ചീന സഞ്ചാരിയായിരുന്ന ഫാഹിയാൻ പാടലീപുത്രത്തിൽ, അതായത് ഇപ്പോഴത്തെ പാറ്റ്നയിൽ കണ്ട ഒരു ഘോഷയാത്രയുടെ വിവരണം. പാടലീപുത്രത്തിൽ കൊല്ലത്തിലെ 2ാമത്തെ മാസത്തിലെ 8-ാം ദിവസം ബുദ്ധ ജയന്തിയോടനുബന്ധിച്ച് അവർ വിഗ്രഹ ഘോഷയാത്ര ആഘോഷിക്കുന്നു. 4 ചക്രമുള്ള തേരിന്മേൽ മുള ചേർത്ത് കെട്ടി 5 തട്ടുകൾ പണിയുന്നു. സ്വർണം, വെള്ളി, ഇന്ദ്രനീലക്കല്ല് എന്നിവ കൊണ്ട് ദേവവിഗ്രഹങ്ങൾ ഇണക്കിയും മേൽക്കെട്ടിയും വെള്ള കാശ്മീര പട്ടുകൊണ്ട് വിധാനിച്ചും തേരിന്റെ 4 വശത്തും ബോധിസത്വനാൽ പരിചരിക്കപ്പെടുന്നതുമായ ബുദ്ധവിഗ്രഹങ്ങൾ ഉണ്ടാകും. ഫാഹിയാന്റെ ഉത്സവ വിവരണത്തിന് നിർമ്മിത ബുദ്ധി നൽകിയ ദൃശ്യം. ഘോഷയാത്രയിൽ 20 തേരുകൾ ഉണ്ടാവും. എല്ലാം ഒന്നിനൊന്ന് വ്യത്യാസപ്പെട്ടതും മനോഹരവുമായിരിക്കും. ഈ രഥങ്ങളെയാണ് അശോകൻ വിമാനങ്ങൾ എന്ന് പറയുന്നത്. പുരാവസ്തു വിദഗ്ധനായിരുന്ന TA ഗോപിനാഥ റാവു ഇങ്ങനെ പറയുന്നു: ആലപ്പുഴ ജില്ലയിലെ ചെട്ടിക്കുളങ്ങര ദേവീക്ഷേത്രത്തിലെ ഭരണി ഉത്സവത്തോടനുബന്ധിച്ച് കരക്കാർ കെട്ടി പ്രദർശിപ്പിക്കുന്ന വലുതും ചെറുതുമായ രഥങ്ങൾ ഫാഹിയാൻ വർണ്ണിക്കുന്ന ബുദ്ധജയന്തി സംബന്ധിച്ച രംഗങ്ങളെ അനുസ്മരിപ്പിക്കുന്നു. ശിലാശാസനത്തിലെ വിമാനങ്ങൾ സൂചിപ്പിക്കുന്നത്
ആഘോഷങ്ങളിലെ തേരുകളെയാണ്. ജൈത്രയാത്രയുടെ അഥവാ വേഗതയുടെ പ്രതീകമാണ് തേര്. സ്വർഗീയ തലങ്ങളുടെ പ്രതിരൂപങ്ങൾ പ്രദർശിപ്പിച്ച് അത്തരം വാഹനങ്ങൾക്ക് അർഹരായി തീരാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുകയാണ് ഇതിന്റെ ഉദ്ദേശമെന്ന് സാംസ്കാരിക ചരിത്രകാരൻ ഭണ്ഡാർക്കർ അവകാശപ്പെടുന്നു. പരമ്പരാഗതമായി കൈമാറുന്ന രൂപകൽപ്പനയും നിർമ്മാണ രീതിയുമാണ് ചെട്ടിക്കുളങ്ങര ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച കുതിര നിർമ്മാണത്തിലുള്ളത്. ഏകദേശം 500 വർഷങ്ങൾക്ക് മുൻപ് തയ്യാറാക്കിയ തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസതിന്റെ മനുഷ്യാലയ ചന്ദ്രിക എന്ന ഗ്രന്ഥത്തിൽ വിവരിച്ചിരിക്കുന്ന രൂപകൽപ്പനയാണ് കുതിര നിർമ്മാണത്തിന് പരിഗണിച്ചു വരുന്നത്. ചെറിയ കുതിരകളെ തേരുകൾ എന്ന് വിളിച്ചു വരുന്നു. നൃത്ത ചുവടുകളുമായി ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയും തലമുറകളായി കെട്ടുകാഴ്ചയോടൊപ്പമുണ്ട്. ചെട്ടിക്കുളങ്ങര ക്ഷേത്രോത്സവത്തിൽ മുഖ്യം കെട്ടുകാഴ്ചയാണ്. ചൈനീസ് സഞ്ചാരിയായിരുന്ന ഫാഹിയാൻ വിവരിച്ചിരിക്കുന്ന രഥങ്ങളെ അനുസ്മരിപ്പിക്കുന്നതാണിത്. അഷ്ടമുടിക്കായലിന്റെ കുഞ്ഞോളങ്ങൾക്ക് കുറുകെ കെട്ടുകാഴ്ചകൾ യാത്രയാകുമ്പോൾ ഇത് കാണാൻ ധാരാളം ആളുകൾ സ്ഥിരമായി എത്താറുണ്ട്. വാദ്യഘോഷങ്ങൾ കൊഴുക്കുമ്പോൾ ഉത്സവക്കരയാകെ ഘോഷയാത്രയിലേക്ക് എഴുന്നള്ളുകയായി. ഓരോ കരക്കാരും മത്സരബുദ്ധിയോടെ അവരവരുടെ കുതിരകൾ മികച്ചതാക്കാറുണ്ട്. ഒപ്പം കാഴ്ചക്കാരുടെ ആഹ്ലാദാരവവും. ഇതിന് കൊഴുപ്പേകാനായി മയിലാട്ടവും കാവടിയാട്ടവും താലപ്പൊലിയും വേറെയും. കാലം മാറുംതോറും ഉത്സവ കാഴ്ചകൾക്ക് മാറ്റമില്ല. മുഴുവൻ ജനങ്ങളും ഒന്നിച്ചണിനിരക്കുന്ന കാഴ്ചയാണ് ഇവിടെ. ഡിജിറ്റൽ ടെക്നോളജിയുടെ വ്യാപ്തി ഉത്സവങ്ങളിൽ ദൃശ്യമാണ്. കുതിര ബുദ്ധൻ കൊട്ടാരം വിട്ടുപോകുന്നത് അനുസ്മരിപ്പിക്കുന്നു. അശോക സ്തംഭത്തിൽ ബുദ്ധന്റെ അടയാളമായ കുതിരയെ കാണാം. മ്യാൻമറിൽ ബുദ്ധ പൂർണിമയോടനുബന്ധിച്ച് കുട്ടികൾ കുതിരപ്പുറത്ത് എഴുന്നള്ളിപ്പായി നീങ്ങുന്നു. കൊല്ലം ജില്ലയിൽ തൃപ്പനയം, പേരൂർ, ഉമയനല്ലൂർ, ചാത്തന്നൂർ, കണിയാംപൊയ്ക, പെരുമൺ, ശക്തികുളങ്ങര, ചിറ്റുമല, പൂതക്കുളം, മുണ്ടയ്ക്കൽ, കല്ലും താഴം എന്നിവിടങ്ങളിലെ ക്ഷേത്രങ്ങളിൽ മികച്ച കെട്ടുകാഴ്ചകളുണ്ട്. തെക്കൻ കേരളത്തിൽ 4 ചക്രത്തിൽ വലിച്ചു കൊണ്ടുപോകുന്ന കുതിരകൾ നിർമ്മിച്ച് മറ്റ് ദേശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് കൊല്ലം ജില്ലയിലെ തൃക്കോവിൽവട്ടം ദേശത്തു നിന്നാണ്. ലോറിയിൽ കുതിരയും ഒപ്പം ഒരുക്ക് സാമഗ്രികളും കയറ്റുന്നു. ഇപ്പോഴാകട്ടെ വണ്ടിക്കുതിരകളുടെ എണ്ണം കുറയുകയും പകരം ഫ്ലോട്ടുകളുടെ എണ്ണം കൂടി വരികയും ചെയ്യുന്നു. കെട്ടുകാഴ്ചകൾക്ക് മുന്നിലായി സ്ത്രീകൾ മേളപ്പെരുക്കങ്ങളോടെ അണിനിരക്കുന്നു. ബുദ്ധപൂർണിമ ഘോഷയാത്രയിൽ കുതിരകൾക്ക് മുന്തിയ സ്ഥാനമുണ്ട്. കരുത്തിന്റെയും ശക്തിയുടെയും പ്രതീകമാണ് കുതിര. ഗൗതമ ബുദ്ധന്റെ അഭിനിഷ്ക്രമണത്തെ ബുദ്ധമത അനുയായികൾ കുതിരയുടെ ആകൃതിയിലാണ് പ്രതിരൂപപ്പെടുത്തിയിരിക്കുന്നത്. അതിനനുസരിച്ചായിരിക്കാം ബുദ്ധവിഗ്രഹങ്ങൾ വച്ച് എഴുന്നള്ളിക്കുന്ന രഥങ്ങൾക്ക് കേരളീയ ബൗദ്ധന്മാർ കുതിരയെന്ന് പേരുകൊടുത്തത്. ആയിരങ്ങൾക്കിടയിലൂടെ വളരെ പ്രയാസപ്പെട്ട് നടന്നു നീങ്ങുന്ന ഗജവീരന്മാരെയും ചെറു കച്ചവടക്കാരെയും നമുക്കിവിടെ കാണാൻ പറ്റും. കുമരൻ ചിറ, കല്ലും താഴം, മുഖത്തല. സഹസ്രാബ്ദങ്ങൾ പിന്നിട്ടെങ്കിലും പാരമ്പര്യത്തിലെ ഈ ബുദ്ധ പ്രതിമയും വഹിച്ചുകൊണ്ട് അലങ്കരിച്ച രഥങ്ങളും
ഭേരി ഘോഷങ്ങളും ശരണം വിളിയുമായി അനുയായികൾ നടന്നു നീങ്ങുന്ന വിവിധ രാജ്യങ്ങളിലെ ബുദ്ധപൂർണിമയോടനുബന്ധിച്ചുള്ള കെട്ടുകാഴ്ച. നേപ്പാൾ. ഗൗതമ ബുദ്ധന്റെ ജന്മദേശമായ നേപ്പാളിൽ നിന്നുള്ള ബുദ്ധപൂർണിമ ആഘോഷ ദൃശ്യം. ബുദ്ധപ്രതിമ തേരിൽ എഴുന്നള്ളിക്കുകയും ശരണം വിളിയോടെ ആഹ്ലാദപൂർവ്വം അനുയായികൾ നടന്നു നീങ്ങുകയും ചെയ്യുന്നു. ധർമ്മശാസനങ്ങളെ വെളിപ്പെടുത്തുന്ന ആഘോഷങ്ങളെ അനുസ്മരിപ്പിക്കുന്നതാണിത്. ബുദ്ധജയന്തിയോടനുബന്ധിച്ച് തീർത്ഥാടകർ നേപ്പാളിലെ സ്വയംഭൂ ബുദ്ധവിഹാരയ്ക്ക് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നു. ഇരുമുടിക്കെട്ടുമായി അയ്യപ്പ ഭക്തന്മാരുടെ ശബരിമല തീർത്ഥാടനം അനുസ്മരിപ്പിക്കുന്നു. ഭൂട്ടാനിൽ വേഷഭൂഷാദികളോടെ ചടുലമായ നൃത്തങ്ങൾ ചെയ്തും കണ്ടും ബുദ്ധപൂർണിമ ആഘോഷിക്കുന്നു. ആകർഷകമായ വർണ്ണവിസ്മയത്തിൽ തെരുവിലൂടെ താളാത്മകമായി ചുവടുവച്ച് ബുദ്ധപൂർണിമ ഹൃദയത്തിലേറ്റുവാങ്ങുന്നു. ഒപ്പം കാഴ്ചക്കാരുടെ മനസ്സും തരളിതമാക്കുന്നു. ബുദ്ധന്റെ ജനനവുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിലെ ഉത്കൃഷ്ട ഗജത്തെ പ്രതീകാത്മകമായി തെരുവീഥികളിലൂടെ എഴുന്നള്ളിക്കുന്നു. ദക്ഷിണ കൊറിയയിലാകട്ടെ വർണ്ണശബളിമയിൽ ആഘോഷപൂർവ്വം സിദ്ധാർത്ഥന്റെ ബാല്യകാലം അനുസ്മരിക്കുന്നു. ശ്രീലങ്കയിലാകട്ടെ ബുദ്ധപൂർണിമ വെളിച്ചപ്പൊലിമയുടെ ആഘോഷം കൂടിയാണ്. ശരണം വിളികളോടെ നിറപ്പകിട്ടാർന്ന വൈദ്യുത അലങ്കാരങ്ങൾ, വാദ്യഘോഷങ്ങൾ, ആരാധന, നാടോടി നൃത്തം, വ്യാപാരം, ആന എഴുന്നള്ളത്ത്, ധ്യാനം എന്നിങ്ങനെ. തായ്വാൻകാരുടെ വിശ്വാസമനുസരിച്ച് ഭിക്ഷ തേടുന്ന ശ്രീബുദ്ധനെ പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്നു. അശോക ശാസനങ്ങളിലെ അഗ്നിസ്കന്ധങ്ങൾ ഒരുപക്ഷെ കരിമരുന്ന് പ്രയോഗത്തിന് വഴിമാറിയിരിക്കാം. ഫിലിപ്പൈൻസിലാകട്ടെ യുദ്ധഭേരികൾക്ക് വഴിമാറി ധർമ്മഭേരി മുഴങ്ങുന്നു. തെരുവീഥികളിലൂടെ ദീക്ഷയാചിക്കുന്ന ധർമ്മജീവിതത്തിന്റെ അനുപേക്ഷണീയ ഘടകത്തെ പ്രതീകവൽക്കരിച്ചിരിക്കുന്നു. ഒപ്പം കരിമരുന്ന് പ്രയോഗവും. സിംഗപ്പൂരിലെ ആഘോഷങ്ങളിൽ സംഗീതത്തോടൊപ്പം ആധുനിക സംവിധാനവും ഉന്നതരുടെ സന്ദർശനവും ഉൾപ്പെടുത്തിയിരിക്കുന്നു. തായ്ലൻഡിലാണെങ്കിൽ തേരിൽ ബുദ്ധവിഗ്രഹം എഴുന്നള്ളിക്കുന്നു. പാടലീപുത്രത്തിൽ ഫാഹിയാൻ കണ്ട തേരുകളെ അനുസ്മരിപ്പിക്കുന്ന ദൃശ്യമാണിത്. നീരാളിയെ ഫ്ലോട്ടിൽ കെട്ടുകാഴ്ചയായി വലിച്ചുകൊണ്ടുപോകുന്നു. ചൈനയിൽ ബുദ്ധന്റെ ബോധോദയത്തെ നീരാളിയായി ആവിഷ്കരിച്ചിരിക്കുന്നു. മലേഷ്യയിൽ കൈകൊട്ടി പാട്ടുപാടി ബുദ്ധവിഗ്രഹം എഴുന്നള്ളിച്ച് ഉത്സവം അന്വർത്ഥമാക്കുന്നു. കരിമരുന്നിന്റെ ഈറ്റില്ലമായ ചൈനയിൽ ബുദ്ധപൂർണിമ ആഘോഷിക്കുന്നത് വിസ്മയമുണ്ടാക്കുന്ന കരിമരുന്ന് പ്രയോഗത്തിലൂടെയാണ്. വിയറ്റ്നാമിൽ അലങ്കാരത്തോടെ ബുദ്ധവിഗ്രഹം ഫ്ലോട്ടുകളിൽ നഗരങ്ങളിലൂടെ കൊണ്ടുപോകുന്നു. ഇവിടുത്തെ കെട്ടുകാഴ്ച കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളിലേതിന് സമാനമാണ്.
ഇവിടെ ഹൈന്ദവ ദൈവ വിഗ്രഹങ്ങളും ഇതിഹാസ കഥാപാത്രങ്ങളും ശില്പവൽക്കരിക്കുന്നു. കൂടാതെ അമാനുഷിക രൂപങ്ങളെ അനുസ്മരിപ്പിക്കുന്ന വേഷങ്ങളോടെ കുട്ടികൾ നൃത്തം ചെയ്യുന്നു. മ്യാൻമാറിലാണെങ്കിൽ ഘോഷയാത്രയിലൂടെ പെൺകുട്ടികൾ സിദ്ധാർത്ഥന്റെ കുട്ടിക്കാലം പ്രതീകാത്മകമാക്കുന്നു. ഗൗതമ ബുദ്ധന്റെ അഭിനിഷ്ക്രമണം കുതിരപ്പുറത്തായിരുന്നു. പ്രതീകാത്മകമായി കണക്കാക്കുന്ന കുതിരയിൽ കുട്ടികൾ സവാരി ചെയ്യുന്നു. ഭാരതത്തിൽ ഇതിന് സമാനമായ കെട്ടുകാഴ്ച തെക്കൻ കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളിലാണ്. അശോകന്റെ ധർമ്മശാസനങ്ങളിലും ശേഷം ഭാഹിയാന്റെ ബുദ്ധജയന്തി ഉത്സവ വിവരണങ്ങളിലും വരച്ചു കാട്ടിയ രഥങ്ങൾ മറ്റ് ബൗദ്ധരാജ്യങ്ങളിലെ പോലെ കേരളത്തിലും തുടരുന്നു. തായ്ലൻഡിലെ ബുദ്ധജയന്തിയോടനുബന്ധിച്ചുള്ള കാർത്തിക ഉത്സവം. ബുദ്ധന്റെ അടയാളങ്ങളായ ആനയും കുതിരയും കാളയും സ്തൂപത്തിന്റെ പരിണാമമായ പഗോഡയും ക്ഷേത്രോത്സവങ്ങളിൽ കെട്ടുകാഴ്ചയായി ബുദ്ധമത സ്വാധീനം തെക്കൻ കേരളത്തിൽ പ്രകടമാക്കുന്നു. മലനട പോരുവഴി ക്ഷേത്രം. ആഹ്ലാദത്തിന്റെ പൂക്കൾ വിരിയിച്ച് ഒരു പ്രദേശത്തെ ആകെ കോൾമയിർ കൊള്ളിച്ച് ആയിരങ്ങൾ അണിനിരക്കുമ്പോൾ അത് അശോക ചക്രവർത്തി ശിലാശാസനത്തിലൂടെ ആഹ്വാനം ചെയ്തത് പ്രത്യക്ഷത്തിലായിരിക്കുന്നു. ജ്ഞാനോദയത്തിന്റെ പൂർണിമയാണ് ബുദ്ധപൂർണിമ. വിജ്ഞാനത്തിന്റെ നറും നിലാവ് ഭൂമിയെ ആകെ പുതപ്പിക്കുന്നതിന്റെ പ്രതീകമാകട്ടെ ബുദ്ധപൂർണിമ.